ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം. SS മീഡിയയുടെ ഓൺലൈൻ PSC കോച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. ഇനി ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഇതിൽ തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയെടുക്കുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: മേഘാലയയുടെ പുതിയ ഗവർണർ. അപ്പോൾ മേഘാലയയ്ക്ക് പുതിയ ഗവർണർ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സത്യപാൽ മാലിക്. അപ്പോൾ സത്യപാൽ മാലിക് ആണ് മേഘാലയയുടെ പുതിയ ഗവർണർ. അപ്പോൾ മേഘാലയയ്ക്ക് പുതിയൊരു അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നു, പുതിയ ഗവർണർ വന്നിരിക്കുന്നു. സത്യപാൽ മാലിക് ആണ്. ഇദ്ദേഹം ഗോവയിലെ ഫോർമർ ഗോവ ഗവർണർ ആയിരുന്നു. ആര്? സത്യപാൽ മാലിക്. ഗോവയിലെ ഗവർണർ ആയിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ മേഘാലയയുടെ ഗവർണറായിട്ട് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. അപ്പോൾ ഗോവയിൽ ഭഗത് സിംഗ് കോശിയാരിക്കാണ് ഇപ്പോൾ ചുമതല കൊടുത്തിരിക്കുന്നത്. ആർക്കാണ്? ഭഗത് സിംഗ് കോശിയാരി. ഇപ്പൊ മഹാരാഷ്ട്രയുടെ ഗവർണർ ആയിരുന്ന ഭഗത് സിംഗ് കോശിയാരിക്ക് അധിക ചുമതല, അഡീഷണൽ ചാർജാണ്. അഡീഷണൽ ചാർജാണ് കൊടുത്തിരിക്കുന്നത് ഗോവയ്ക്ക്, കേട്ടോ. അപ്പോൾ ഗോവയുടെ ചുമതല ഇപ്പോൾ ആർക്കാണ് വന്നിരിക്കുന്നത്? മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്ന ഭഗത് സിംഗ് കോശിയാരിക്ക് അധിക ചുമതല കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ചോദ്യം: മേഘാലയയുടെ പുതിയ ഗവർണർ ആരാണ്? സത്യപാൽ മാലിക്. ഇനി അടുത്ത ചോദ്യം: 2020 ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ മരണാനന്തര ബഹുമതിയായി ലഭിച്ച CRPF ജവാനായിട്ടുള്ള മലയാളിയായിരുന്നു. അപ്പോൾ ഒരു CRPF മലയാളിയായ ജവാന് ഈ 2020 സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന്റെ അന്ന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡല് മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചു. അപ്പോൾ രാഷ്ട്രപതിയുടെ പോലീസ് മെഡല് ഒരു CRPF ജവാനായ മലയാളിയായ ജവാന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ലഭിക്കേണ്ടത്. ആരാണ് അദ്ദേഹം? NS ലജു ആണ്. ഓക്കെ, ഉത്തരം NS ലജുവിനാണ്. ലജുവാണ് ഈ മരണാനന്തര ബഹുമതിയായിട്ടുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ച മലയാളി, CRPF കാരനായ മലയാളി. ഇനി അടുത്ത ചോദ്യം: 2020 നാവികസേന മെഡൽ ലഭിച്ച, ഇപ്പോൾ നാവികസേനയുടെ ഒരു മെഡൽ ലഭിച്ച ഒരു മലയാളി ഉണ്ട്. ആരാണ്? ധനുഷ് മേനോൻ. അതാരാണ്? ധനുഷ് മേനോൻ. അപ്പോൾ 2020 നാവികസേന മെഡൽ ലഭിച്ച മലയാളി ആരാണ്? ധനുഷ് മേനോൻ. ഇനി പുതിയൊരു നിയമനം, വേറൊരു നിയമനം വന്നിരിക്കുന്നു. BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ വന്നിരിക്കുന്നു. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറൽ വന്നിരിക്കുന്നു. ആരാണ്? രാകേഷ് അസ്താന. അപ്പോൾ രാകേഷ് അസ്താനയാണ് BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: 2020 ഓഗസ്റ്റിൽ ഏത് സംസ്ഥാനത്താണ് ഭാരതമാതാവിന്റെ ശില്പം അനാവരണം ചെയ്യുക? അപ്പോൾ നമ്മുടെ ഈ 2020 ഓഗസ്റ്റിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഭാരതമാതാവിന്റെ ശില്പം അനാവരണം ചെയ്തിട്ടുണ്ട്. അത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ മധ്യപ്രദേശിലാണ് ഭാരതമാതാവിന്റെ ഒരു ശില്പം അനാവരണം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിന്റെ എത്രാമത് വാർഷികമാണ് ഇന്ന് ആചരിക്കുന്നത്? അപ്പോൾ ഈ ഓഗസ്റ്റ് 18 എന്ന് പറയുന്നത് ഗാന്ധിജി കേരളത്തിൽ സന്ദർശിച്ച ഒരു ദിവസമാണ്. 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത്. അപ്പോൾ 1920 ഓഗസ്റ്റ് 18 ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. ഇവിടെയാണ്, കോഴിക്കോടാണ് വരുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് വരുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി വരുന്നത് 1920. അപ്പോൾ ഗാന്ധിജി എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 5 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. 1920, 25, 27, 34, 37 ഈ കാലഘട്ടങ്ങളിലാണ് ഗാന്ധിജി കേരളത്തിൽ എത്തിയിട്ടുള്ളത്. അതിൽ ആദ്യം വന്നത് 1920. ഇതിന്റെ 100ാമത് വാർഷികമാണ്, അല്ലെ? 100 വർഷം തികയാണ്. 2020 ഓഗസ്റ്റ് 18 എന്ന് പറയുന്നത് ഗാന്ധിജി കേരളത്തിൽ വന്നിട്ട് 100 വർഷങ്ങൾ തികയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് വന്നത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമായിട്ടാണ് ഗാന്ധിജി കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത്. ഇവിടെയാണ്, കോഴിക്കോട്. അപ്പോൾ എന്താണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്? തുർക്കി സുൽത്താനെതിരെ ബ്രിട്ടീഷുകാർ നടത്തിയ വാഗ്ദാന ലംഘനത്തിനെതിരെ നടന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ ഖിലാഫത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്? തുർക്കി സുൽത്താനെതിരെ ബ്രിട്ടീഷുകാർ നടത്തിയ വാഗ്ദാന ലംഘനത്തിന്റെ പ്രതിഷേധ പ്രകടനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ ചോദ്യം ഇതായിരുന്നു: ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിന്റെ എത്രാമത് വർഷമാണ് ഇന്ന് ഓഗസ്റ്റ് 18 ആചരിച്ചിരിക്കുന്നത്? 100ാമത് വർഷം. അടുത്ത ചോദ്യം: ഫെയിം ഇന്ത്യ ഏഷ്യ പോസ്റ്റിന്റെ
ഇന്ത്യയിലെ മികച്ച 50 MLA-മാരിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള ഏക MLA ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കേരളത്തിൽ നിന്നും ഒരു MLA ഫെയിം ഇന്ത്യ പോസ്റ്റിന്റെ ഒരു ഇന്ത്യയിലെ മികച്ച 50 MLA-മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കേരളത്തിൽ നിന്നും ഒരു MLA ഇടം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് VT ബൽറാം MLA. അപ്പോൾ VT ബൽറാം യുവ MLA ആയ VT ബൽറാം ആണ് ഈ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച ഏക MLA എന്ന് പറയുന്നത്. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഫെയിം ഇന്ത്യ ഏഷ്യ പോസ്റ്റ് ആണ്. ഈ മികച്ച MLA-മാരെ തിരഞ്ഞെടുത്തത് 50 പേര്. അതിൽ ഒരാൾ കേരളത്തിൽ നിന്ന് ആരാണ്? VT ബൽറാം. ഇനി അടുത്ത ചോദ്യം, നമ്മൾ ഗാന്ധിജിയുമായി പറഞ്ഞതുപോലെ തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ എത്രാമത് ചരമവാർഷികമാണ്? ഇന്ന് ഓഗസ്റ്റ് 18 മറ്റൊരു പ്രത്യേകതയുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ചരമവാർഷികമാണ് അല്ലെ, 75ാമത് ചരമവാർഷികമാണ്. ഇദ്ദേഹം ജനിച്ചത് ഒറീസയിലെ കട്ടക്കിൽ 1897 ജനുവരി 23-നാണ്. ആര് ജനിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത്. മരിച്ചതെന്നാണ് 1945 ഓഗസ്റ്റ് 18-ന്. അപ്പോൾ അതിന്റെ 75ാമത് ചരമവാർഷികമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം എന്താണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ എത്രാമത് ചരമവാർഷികമാണ് ഓഗസ്റ്റ് 18 എന്ന് പറഞ്ഞാൽ 75ആണ്. 75 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹം മരിച്ചിട്ട്. 1945 ഓഗസ്റ്റ് 18-നാണ് സുഭാഷ് ചന്ദ്രബോസ് മരിച്ചത്. അപ്പോൾ ഇന്നത്തെ മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. കേരള നിയമസഭയിൽ ആരംഭിച്ച TV ചാനൽ, ഔദ്യോഗിക TV ചാനലിന്റെ പേരെന്തായിരുന്നു? സഭാ TV ചാനൽ എന്നാണ്. സഭാ ചാനൽ അല്ലെ, സഭാ TV എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്. 14 വയസ്സിന് താഴെ വിവാഹപ്രായം നിശ്ചയിച്ചിരിക്കുന്ന 3 രാജ്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആ 3 രാജ്യങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. 14 വയസ്സിന് താഴെ 3 രാജ്യങ്ങളിൽ വിവാഹപ്രായം സ്ത്രീകൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത് 3 രാജ്യങ്ങളിലാണ്. ആ 3 രാജ്യങ്ങൾ ഏതൊക്കെ എന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് ഏതൊക്കെ എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.